ഓക്കെ, നമുക്ക് ഒബ്സ്ട്രക്റ്റിക് മാനേജ്മെന്റിലോട്ട് പോവാം. ഒബ്സ്ട്രക്റ്റിക് മാനേജ്മെന്റ് നമ്മൾ ചെയ്യുന്നത് ഫീറ്റസിന്റെ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ്. എന്ന് വെച്ചാൽ ഫീറ്റസ് അലൈവ് ആണോ ഡെത്ത് ആയോ എന്നുള്ള രീതിയിലായിരിക്കും. അപ്പോൾ ഫീറ്റസ് അലൈവ് ആണെങ്കിൽ നമുക്ക് ഇവിടെ നമ്മൾ മുമ്പേ പറഞ്ഞ ക്ലാസിന്റെ പ്രീവിയൽ പറഞ്ഞ എക്സ്പെക്റ്റഡ് മാനേജ്മെന്റ് ഉണ്ടല്ലോ, അതിൽ വലിയ കാര്യമില്ല, വെച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് പറ്റത്തില്ല. അപ്പം ഫീറ്റസ് ലൈവ് ആണ് എങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ് ഡെലിവറിക്ക് പോകും. അപ്പം മൈൽഡ് ആയിട്ടുള്ള റിവീൽഡ് കേസസ് ഒക്കെ ആണെങ്കിൽ എന്ന് വെച്ചാൽ റിവീൽഡ് ടൈപ്പ് ഒരു ടൈപ്പ് ഇല്ലേ, ആ ഒരു ടൈപ്പ് മൈൽഡ് റിവീൽഡ് ടൈപ്പ് കേസസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് വജൈനൽ ഡെലിവറിക്ക് പോവാം. അല്ലാത്തതൊക്കെ നമ്മൾ CS തന്നെ പോവാണ്. പിന്നെ ഫീറ്റസ് ഡെത്ത് ആണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള വജൈനൽ ഡെലിവറി ചെയ്യാം. ഓക്കെ, ഇമ്മീഡിയറ്റ് വജൈനൽ ഡെലിവറി നമ്മൾ ആർട്ടിഫിഷ്യൽ റപ്ചർ ഓഫ് മെംബ്രെയിൻ ചെയ്യുന്നു, ഓക്സിറ്റോക്സിൻ ഒക്കെ ഇൻഫ്യൂഷൻ ചെയ്തിട്ട് ആ ഒരു പ്രോസസ്സ് നമുക്ക് ഹെസ്റ്റൻ ചെയ്യാം. പിന്നെ നമ്മൾ എന്തുകൊണ്ട് CS സെക്ഷൻ ചെയ്യുന്നു എന്നുള്ളത്, CS ചെയ്യുന്നത് എന്താണ്, ഫീറ്റസ് അലൈവ് ആണ് എങ്കിലും കേപ്പബിൾ ഓഫ് സർവൈവൽ ആണെങ്കിലും നമ്മൾ CS ചെയ്യും. അല്ലെങ്കിൽ സിവിയർ ബ്ലീഡിംഗ് ആണ്, വജൈനൽ ബ്ലീഡിംഗ്, എന്താണ് വജൈനൽ ഡെലിവറി നമുക്ക് പോസിബിൾ അല്ല. പിന്നെ ഫെയിലിയർ, നമ്മൾ ആർട്ടിഫിഷ്യൽ റപ്ചർ മെംബ്രെയിൻ ചെയ്തിട്ടും ഓക്സിറ്റോക്സിൻ ഒക്കെ കൊടുത്തിട്ടും എന്താണ് ഒരു വജൈനൽ ഡെലിവറിക്ക് പ്രോഗ്രസ് ചെയ്യുന്നില്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് ഒരു CS പോവാം. ഇങ്ങനെയാണ് നമ്മൾ ഒബ്സ്ട്രറ്റിക് മാനേജ്മെന്റ് ഈ ഒരു കേസിൽ ചെയ്യുന്നത്. പിന്നെ കോയാഗുലേഷൻ ഫെയിലിയർ വന്നൊരു പേഷ്യന്റ് ആണ്, DIC ഒക്കെ ഉള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, ബ്ലഡ് പ്രോഡക്ട്സ് ഒക്കെ കൊടുക്കും. പിന്നെ ഹ്യൂമൻ റീകോമ്പിനന്റ് ലൈക്ക് നമ്മൾ ഫാക്ടർ 7 ഒക്കെ കൊടുക്കാം. പിന്നെ ഫ്രോസൺ, ഇപ്പം ബ്ലഡ് അവൈലബിൾ ആണെങ്കിൽ ഫ്രോസൺ പ്ലാസ്മയും പ്ലേറ്റ്ലെറ്റ്സും ഒക്കെ കൊടുക്കാം. പിന്നെ ക്രയോ പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ എന്താ പറയാ, ഈ നമ്മളുടെ ഈ ബ്ലഡ് സെൻട്രിഫ്യൂജ് ചെയ്തിട്ട് പ്ലാസ്മ പ്രോട്ടീൻസിനെ എടുക്കുന്നതാണ്. അപ്പം അതിൻ്റെ അകത്ത് ഫൈബ്രിനോജൻ ഉണ്ട്, ഫാക്ടർ 7 and 12 ബോൺ വില്ലിബ്രാൻസ് ഫാക്ടറും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, എന്നിട്ട് ഇപ്പം ഈ ഫൈബ്രിനോജൻ ലെവൽ ലോ ആണെങ്കിൽ നമുക്ക് ക്രയോ പ്രസിപ്പിറ്റേറ്റ് കൊടുക്കാം. പിന്നെ വജൈനൽ ഡെലിവറി പ്രിഫേർഡ് ആണ് ഇവരിൽ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊരു സർജറി ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. അല്ലെങ്കിൽ ഈ ഒരു സർജറി ചെയ്യണമെങ്കിൽ അത്രയും നെസസറി ആയിട്ടുള്ളൊരു കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് ഈ കോയാഗുലേഷൻ ഫെയിലിയർ കറക്റ്റ് ചെയ്യണം, എന്നാലേ നമുക്കൊരു CS സെക്ഷനിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ ആക്റ്റീവ് മാനേജ്മെന്റ് ഓഫ് തേർഡ് സ്റ്റേജ് ഓഫ് ലേബർ. അപ്പം അല്ലെങ്കിൽ തേർഡ് സ്റ്റേജ് നമ്മൾ മര്യാദയ്ക്ക് മാനേജ് ചെയ്തില്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ഹെമറേജ് അടിക്കാനുള്ള ചാൻസ് വളരെ ഹൈ ആണ് ഇങ്ങനത്തെ ഉള്ള പേഷ്യൻസ്. ഓക്കെ, ഇനി നമ്മൾ ആക്ച്വലി ഇപ്പം അബ്രപ്ഷൻ പ്ലാസന്റ ടോപ്പിക് കഴിഞ്ഞു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എവിടെയെങ്കിലും? ഹലോ, ഓക്കെ അല്ലേ? എന്തെങ്കിലും പറയാനുണ്ടോ? ഇനി അടുത്തത് ഇതിന്റെ അകത്ത് ചെറിയ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഹലോ, പറയടാ. പ്ലസന്റെ അതിന്റെ ബ്ലീഡിംഗ് വന്ന അതേ സമയത്ത് തന്നെയാണോ സെക്കൻഡ് തേർഡ് ട്രൈമസ്റ്റർ? അതെ തന്നെ. നമ്മളെ ഫീറ്റൽ വയബിലിറ്റി പറഞ്ഞല്ലോ, APH വരുന്നത് ഫീറ്റൽ വയബിലിറ്റി ആയതിനു ശേഷവും എന്താ പറയാ ഡെലിവറിക്ക് മുമ്പായിട്ടുള്ള ആ ഒരു സ്റ്റേജ് APH വരുന്നത്. അപ്പൊ ആ ഒരു പീരീഡിലാണ് ഇതും കാണിക്കുന്നത്. 22 വീക്സ് മുതൽ ഒരു 36 വീക്സ് 36 വീക്സ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെ പുറത്തെടുക്കാനാണ് നോക്കാം. ഓക്കെ, പിന്നെ എന്താ, ഇനി അടുത്തത് സർക്കംവലേറ്റ് പ്ലാസന്റ ആണ്. പ്ലാസന്റ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ടല്ലോ, ഇതൊരു പ്രത്യേകതരം പ്ലാസന്റ. അപ്പം ഇതെന്ന് പറയുന്ന ഈ പ്ലാസന്റ ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പിക്ചർ കാണാമല്ലോ, ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു നോർമൽ ആയിട്ടുള്ള പ്ലാസന്റ ആണ് മുകളിൽ കാണുന്നത്. അപ്പം ഇവിടെ നമ്മുടെ ഈ മുകളിൽ കാണുന്ന ബ്ലൂ കളർ ലൈൻ ആണ് കൊറിയോണിക് മെംബ്രെയിൻ. ഈ കൊറിയോണിക് മെംബ്രെയിൻ സാധാരണ നമ്മളുടെ മെറ്റേണൽ, അപ്പം ഇതാണ് ഫീറ്റൽ പാർട്ട് മുകളിലത്തത്, താഴെ മെറ്റേണൽ പാർട്ട്. അപ്പം ഈ ഫീറ്റൽ പാർട്ട് ടോട്ടലി ആ ഫീറ്റൽ പാർട്ടിന് ഈ കൊറിയോണിക് മെംബ്രെയിൻ എന്ന് വെച്ചാൽ എല്ലാ എഡ്ജും പ്ലാസന്റയുടെ കവർ ചെയ്യും. ഓക്കെ, എല്ലാ എഡ്ജും കവർ ചെയ്യണം. പക്ഷെ ഈ സർക്കംവലേറ്റ് പ്ലാസന്റയിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാർട്ട് കണ്ടോ, ഈ ഒരു എഡ്ജിനെ, ഈ പ്ലാസന്റയുടെ ഈ എഡ്ജിനെ ഈ കൊറിയോണിക് മെംബ്രെയിൻ കവർ ചെയ്യുന്നില്ല, പകരം അതൊരു ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ ആയി മാറുകയാണ്. ഓക്കെ, അപ്പം ഇങ്ങനത്തെ ഈ ഒരു കണ്ടീഷനെയാണ് സർക്കംവലേറ്റ് പ്ലാസന്റ എന്ന് പറയുന്നത്. ഇത് അൺകോമൺ കോസ് ഓഫ് APH ആണ്,
അപ്പൊ ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കൊറിയോണിക് പ്ലേറ്റ്, ഈ കൊറിയോണിക് മെംബ്രെയിന് എന്താ ഓഫ് പ്ലാസന്റ സ്മോളർ ദാൻ ദ ബേസൽ പ്ലേറ്റ്. ബേസൽ പ്ലേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലെയർ, ഈ ഒരു പാർട്ട് അടിയിലെത്തത് ബേസൽ പാർട്ട് എന്ന് വെച്ചാൽ യൂട്രൈൻ വാളുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന പാർട്ടിനെക്കാട്ടിലും ചെറുതാണ് എന്താ ഈ കൊറിയോണിക് മെംബ്രെയിൻ മുകളിൽ കവർ ചെയ്യുന്നത്. അപ്പം അത് കംപ്ലീറ്റ് ആയിട്ട് പ്ലാസന്റയുടെ ടോപ്പ് പാർട്ട് കവർ ചെയ്യുന്നില്ല. അപ്പം ഇത് കാരണം ഒരു സെൻട്രൽ ഡിപ്രഷൻ ഓഫ് ദ ഫീറ്റൽ സൈഡ് സറൗണ്ടഡ് ബൈ തിക്ക് ആൻഡ് ഗ്രേഷ് വൈറ്റ് ലൈൻ. അപ്പം ഈ ഒരു ഫോട്ടോ കണ്ടല്ലോ, ഇവിടെ ഒരു സെൻട്രൽ ഡിപ്രഷൻ ഉണ്ട്. ഓക്കെ, അതിന്റെ ചുറ്റുമായിട്ട് ഒരു ഗ്രേഷ് വൈറ്റ് ആയിട്ടുള്ള ഒരു ഇതൊരു സെൻട്രൽ ഡിപ്രഷൻ ഓഫ് ദ ഫീറ്റൽ സൈഡ് സറൗണ്ടഡ് ബൈ തിക്ക് ആൻഡ് ഗ്രേഷ് വൈറ്റ് റിങ്സ് കാണാൻ പറ്റും. ഇത് ഈ ഒരു ഇപ്പം ഇത് ആലോചിച്ചാൽ മതി, പ്ലാസന്റയും മാൽഫോംഡ് ആണ്. അതുകൊണ്ട് ഫീറ്റൽ ഫീറ്റൽ എന്താ പറയാ FDR അല്ലേ, ഫീറ്റൽ ഗ്രോത്ത് റിട്ടാർഡേഷൻ ആണ്. ഫീറ്റൽ ഗ്രോത്ത് റിട്ടാർഡേഷൻ FGR ആണ് ഉദ്ദേശിച്ചത്. ഫീറ്റൽ ഗ്രോത്ത് റിട്ടാർഡേഷനും ഫീറ്റൽ മാൽഫോർമേഷൻസും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ബ്ലീഡിംഗ് എന്ന് പറയുന്നത് യൂഷ്വലി എന്താ പറയാ പെയിൻലെസ് ആയിരിക്കും, പെയിൻലെസ് ആയിട്ടുള്ള ബ്ലീഡിംഗ് ആയിരിക്കും ഈ പേഷ്യന്റിന് കാണിക്കുന്നത്. പിന്നെ ഡയഗ്നോസിസ് എന്താ പറയാ അൺകവേർഡ് ആയതുകൊണ്ട് ഒരു പാർട്ടിനുള്ള ബ്ലീഡിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഡയഗ്നോസിസ് നമ്മൾ മിക്കവാറും ഡെലിവറി കഴിഞ്ഞതിന് ശേഷം പ്ലാസന്റ കാണുമ്പോഴാണ് ഇങ്ങനത്തെ പ്ലാസന്റ ആണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതാണ് സർക്കംവലേറ്റ് പ്ലാസന്റ. ഇനി അടുത്തതെന്ന് പറയുന്നത് പ്ലാസന്റ പ്രീവിയ. പ്ലാസന്റ പ്രീവിയ എന്ന് പറയുമ്പോഴത്തേക്കിനും ഇത് നിങ്ങൾ ഈ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞാല് ഇവിടെ ഒരു പ്ലാസന്റ ഉണ്ട്, ഇവിടെ പ്ലാസന്റയുടെ കുറച്ച് പാർട്ട് ഉണ്ട്. അതേപോലെ തന്നെ ഈ പ്ലാസന്റയുടെ വെസൽസ്, ഓക്കെ, ഈ പ്ലാസന്റയുടെ അകത്ത് തന്നെയുള്ള വെസൽസ് ഇങ്ങനെ അതിനെ രണ്ടിനെയും കണക്ട് ചെയ്യുന്നുണ്ട്. ഈ കണക്ട് ചെയ്യുമ്പോ ഈ ഏരിയയിലുള്ള ഒരാളെ നോക്കണം. ആരാണോ? ആരാ പറ. അതെ തന്നെ, നമ്മുടെ ഇന്റേണൽ ഓസും സെർവിക്സിനെയും അത് ക്രോസ് ചെയ്തിട്ടാണ് അപ്പുറത്തെ കണക്ഷൻ പോയിരിക്കുന്നത്. ഓക്കെ, അതാണ് ഈ പ്ലാസന്റ പ്രീവിയയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം പ്ലാസന്റ പ്രീവിയയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അതന്നെ വാസപ്രീവിയ. അപ്പൊ ഇവിടെ എന്താന്ന് പറയുന്നത് fetal vessels, when the fetal vessels in the membrane cross the region of the internal os and are ahead of the presenting part. ഇതിപ്പം കുട്ടിയുടെ presenting പാർട്ടിന്റെ മുകളിലായിട്ടാണ്, പിന്നെ it crosses the internal os. അതാണ് വാസപ്രീവിയ. അപ്പം വെസൽസ് fetal ബ്രെയിൻ്റെ അകത്ത് തന്നെ ഉള്ളതാണ്. അപ്പം അത് ഇന്റേണൽ ഓസിനെ ക്രോസ് ചെയ്ത് പ്രസന്റിംഗ് പാർട്ടിനെ ഹെഡ് ആയിട്ട് നിൽക്കുന്നു. അപ്പൊ ഇത് രണ്ട് തരത്തിലാവാം, ഒന്ന് ടൈപ്പ് 1 ടൈപ്പ് 2. ടൈപ്പ് 1 എന്ന് പറയുന്നത് ഒരു വെലമെന്റസ് കോഡ് ഇൻസേർഷൻ where the cord is inserted into the membrane. Cord insertion is into the membrane. നമ്മുടെ എന്താണ് നമ്മുടെ ഈ ചുറ്റുമുള്ള മെംബ്രെയിൻ ഉണ്ടല്ലോ, പിക്ചറില്ലേ, ഈ നമ്മുടെ ഈ ആംനിയോൺ കൊറിയോണിക് മെംബ്രെയിൻ ഉണ്ടല്ലോ ചുറ്റുമുള്ളത്, നമ്മുടെ കാണിക്കാം. ഇപ്പം ഈ ഒരു മെംബ്രെയിൻ ഇല്ലേ ഈ കുട്ടിയുടെ ചുറ്റും നിൽക്കുന്നത്, ഈ കുട്ടി ചെയ്ത് ഹലോ നേരത്തെ പറഞ്ഞ കട്ടായിപ്പോയി. ഹലോ ഹലോ ഇപ്പൊ കേക്കാം. ഓക്കെ, അപ്പം ഇവിടെ നമ്മള് വാസപ്രീവിയ പറയുന്നത് വെസൽസ്, ഫീറ്റൽ വെസൽസ് മെംബ്രെയിൻ്റെ അകത്ത് ക്രോസ് ചെയ്ത് ഇന്റേണൽ ഓസിനെയും ക്രോസ് ചെയ്തിട്ട് ഫീറ്റസിന്റെ പ്രസന്റിംഗ് പാർട്ടിനെ ഹെഡായിട്ട് നിൽക്കുന്നു. ഇതിന് രണ്ട് ടൈപ്പ് ഉണ്ട്, ടൈപ്പ് 1 ടൈപ്പ് 2 ഉണ്ട്. ടൈപ്പ് 1 എന്ന് പറയുന്നത് വെലമെന്റസ് കോഡ് ആണ്, കോഡ് ഇൻസേർഷൻ. ഈ കോഡ് ഇൻസേർഷൻ എവിടെയാണ്? മെംബ്രെയിനിലാണ്. ഈ കോഡ് മെംബ്രെയിനിൽ തന്നെ, കുട്ടിയുടെ നമ്മൾ ചുറ്റുള്ള ആംനിയോട്ടിക് ആ മെംബ്രെയിൻ ഉണ്ടല്ലോ, അപ്പം ഈ മെംബ്രെയിനിൽ തന്നെ ഈ കോഡ് ഇൻസേർഷൻ ആയിട്ട് നിൽക്കുകയാണ്. ഓക്കെ, അങ്ങനെ കോഡ് ഇൻസേർഷൻ ആയിട്ട് നിൽക്കുന്ന ഒരു കണ്ടീഷൻ ആവാം. അല്ലെങ്കിൽ എന്താണ്, പ്രസൻസ് ഓഫ് ഫീറ്റൽ വെസൽസ് റണ്ണിങ് ബിറ്റ്വീൻ ദ ലോബ്സ്. ഇപ്പം ഇതിൽ കാണുന്ന പോലെ രണ്ട് ലോബ്സ് ഓഫ് പ്ലാസന്റ, ഒരു
ആക്സസറി പ്ലാസന്റെ ലോബുകളാവാം, പ്ലാസന്റയിൽ നിന്നും ഒരു ആക്സസറി ലോബ് ആവാം, കണക്ട് ചെയ്ത് നിൽക്കുന്നതാവാം ആ ഒരു വെസൽ. അപ്പം അങ്ങനെ കണക്ട് ചെയ്യുന്ന രണ്ട് ലോബുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റണ്ണിങ് ചെയ്യുന്ന ഒരു ഫീറ്റൽ വെസൽ ആവാം അത്. അപ്പം ഒന്നിൽ കൂടുതൽ വെസൽസ് കാണും. അപ്പം ഇതിന്റെ ക്ലിനിക്കൽ പ്രസന്റേഷൻ നമുക്ക് ഡെലിവറി ടൈമിലായിരിക്കും മിക്കവാറും നമ്മൾ ഇത് അറിയുന്നത്. ലൈക്ക് എങ്ങനെയാണെന്ന് കഴിഞ്ഞാൽ നമ്മൾ വജൈനൽ എക്സാമിനേഷൻ ചെയ്ത് നോക്കുമ്പോഴത്തേക്കിനും ഈ വെസൽസിന് അല്ലെങ്കിൽ നമ്മൾ മെംബ്രെയിൻ റപ്ചർ വല്ലതും നടക്കുമ്പോൾ റപ്ചർ ആവുന്നത് ഈ വെസൽസ് ആയിരിക്കും, ലോസ് ആവുന്നത് ഫീറ്റൽ ബ്ലഡ് ആയിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെ ഫീറ്റൽ ബ്ലഡ് ലോസ് ആകുമ്പോഴത്തേക്കിനും പെട്ടെന്ന് കുട്ടിക്ക് ഫീറ്റൽ ഡിസ്ട്രെസ് ഉണ്ടാവും, അങ്ങനെ പ്രശ്നങ്ങളാവാം. അപ്പം ഇവിടെ നമ്മൾ അത് ഫീറ്റൽ ബ്ലഡ് ആണോ വരുന്നത് അതോ മെറ്റേണൽ ബ്ലഡ് ആണോ വരുന്നതെന്ന് നമ്മൾ അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ടെസ്റ്റ് ഉണ്ട്, APT ടെസ്റ്റ് അല്ലെങ്കിൽ സിംഗേഴ്സ് ആൽക്കലി ഡീനേച്ചറേഷൻ ടെസ്റ്റ്. അപ്പം ഈ APT ടെസ്റ്റ് അല്ലെങ്കിൽ സിംഗേഴ്സ് ആൽക്കലി ഡീനേച്ചറേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുട്ടിയുടെ ബ്ലഡ് എടുക്കും, വാട്ടറുമായിട്ട് മിക്സ് ചെയ്യും. ഓക്കെ, നമ്മൾ ബ്ലഡ് എടുക്കുന്നു, വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുന്നു, അതിൻ്റെ കൂടെ നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡ് മിക്സ് ചെയ്യുന്നു. ഓക്കെ, സോഡിയം ഹൈഡ്രോക്സൈഡ് നമ്മൾ മിക്സ് ചെയ്യുന്നു. അപ്പം സോഡിയം ഹൈഡ്രോക്സൈഡ് മിക്സ് ചെയ്ത് ഇത് നമ്മൾ വെക്കുന്നു. അപ്പം ഇത് മിക്സ് ചെയ്ത് നമ്മൾ ഈ ഒരു സൊല്യൂഷൻ വെക്കുമ്പോഴത്തേക്കിനും ഈ ഒരു സൊല്യൂഷൻ പിങ്ക് കളർ ആയിട്ട് ഇരിക്കുകയാണ് എങ്കിൽ അതിൻ്റെ അകത്ത് ഫീറ്റൽ ബ്ലഡ് ഉണ്ട് എന്നാണ് അർത്ഥം. അത് ഒരു യെല്ലോ കളർ അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളർ ഒക്കെ ആയിട്ട് മാറുകയാണ് എങ്കിൽ അതൊരു മെറ്റേണൽ ബ്ലഡ് ആണ്, ഫീറ്റൽ ഒറിജിൻ അല്ല എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ നമ്മൾ APT ടെസ്റ്റ് അല്ലെങ്കിൽ സിംഗേഴ്സ് ആൽക്കലി ഡീനേച്ചറേഷൻ ടെസ്റ്റ് ചെയ്യുന്നത് ബ്ലഡ് എടുക്കുക, വെള്ളം എടുക്കുക, പിന്നെ അതിൻ്റെ അകത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ് ഇടുക. ഇങ്ങനത്തെ ഈ ഒരു ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കിനും ബ്ലഡ് ആ ഒരു സൊല്യൂഷൻ പിങ്ക് കളർ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അതൊരു ഫീറ്റൽ ബ്ലഡ് ആണെന്നും, യെല്ലോ ബ്രൗൺ കളർ ആണെങ്കിൽ അത് മെറ്റേണൽ ബ്ലഡ് ആണ്, ഫീറ്റൽ ബ്ലഡ് അല്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്താം. അപ്പൊ ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഫീറ്റൽ ഹീമോഗ്ലോബിൻ ആൽക്കലി ഡീനേച്ചറേഷന് കുറച്ചുകൂടെ റെസിസ്റ്റന്റ് ആണ്. അതാണ് ഈ ഒരു ടെസ്റ്റിനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കാരണം. ഫീറ്റൽ ബ്ലഡ് അല്ലെങ്കിൽ ഫീറ്റൽ ഹീമോഗ്ലോബിൻ ആൽക്കലി ഡീനേച്ചറേഷന് കുറച്ചുകൂടെ റെസിസ്റ്റന്റ് ആണ്, മോർ റെസിസ്റ്റന്റ് ടു ആൽക്കലി ഡീനേച്ചറേഷൻ. ഓക്കെ, അപ്പം അങ്ങനെ നമ്മൾക്ക് മനസ്സിലായി ഫീറ്റൽ ഇതാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് സിസേറിയൻ സെക്ഷൻ ചെയ്യാം. അല്ലാണ്ട് വേറെ എന്താ പറയാ, അല്ലെങ്കിൽ ഇതിന് നമുക്ക് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വജൈനൽ ബ്ലീഡിങ് നടക്കുന്നു, അതിന്റെ കൂടെ നമ്മൾ കാർഡിയോടോഗ്രാഫി ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഫീറ്റൽ ഹാർട്ട് സൗണ്ട് ഒക്കെ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നല്ല എന്താ ഡിഫറൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഹാർട്ട് സൗണ്ട് ഒക്കെ കുറയുന്നു, ഫീറ്റൽ ഡിസ്ട്രെസ് ഉണ്ട്, ഫീറ്റൽ അനീമിയ ഒക്കെ ആണെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അങ്ങനെയും നമുക്ക് ഇത് ഡയഗ്നോസ് ചെയ്യാം. അപ്പം വജൈനൽ ഡെലിവറി ഒക്കെ വെച്ചിട്ട്. ഓക്കെ, ഇനി അടുത്തത് എന്താ ഓക്കെ, ഇതിന്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാല് മിക്കവാറും ഒരു സെക്സൻട്രേറ്റ് പ്ലാസൻ ലോബ് ഓഫ് ആക്സസറി ലോബ് ഉണ്ടാവും പ്ലാസന്റയുടെ, അല്ലെങ്കിൽ ഒരു മൾട്ടിപ്പിൾ പ്രഗ്നൻസി ആവാം, അല്ലെങ്കിൽ ഒരു അസിസ്റ്റഡ് റിപ്രൊഡക്റ്റീവ് ടെക്നോളജി വെച്ച് കാരണം ഉള്ള ഒരു കാര്യത്തിലും ഈ ഒരു ടൈപ്പ് ഓഫ് ആസപ്രീവിയ കൂടുതലായിട്ട് ഉണ്ടാവുന്നുണ്ട്. അപ്പം ഇങ്ങനത്തെ ഒരു കണ്ടീഷനൊക്കെ ആണെങ്കിൽ നമ്മൾ എന്താ ഈ അനോമലി സ്കാൻ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും നോക്കണം. അൾട്രാസൗണ്ടും ഡോപ്ലറും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഡയഗ്നോസിസ് ചെയ്യാറ്. അപ്പം കെയർഫുൾ ആയിട്ടുള്ള വജൈനൽ എക്സാമിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വെസൽസ് നമുക്ക് പാൽപേറ്റ് ചെയ്യാൻ പോലും പറ്റും. ഓക്കെ, റുട്ടീൻ അനോമലി സ്കാനിൽ നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് ഇതിനെ അൾട്രാസൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് ഈ ഒരു കോഡിന്റെ ഇൻസേർഷൻ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. പിന്നെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഈ ഒരു കണ്ടീഷൻ ആണെങ്കിൽ ഏർലി ഹോസ്പിറ്റലൈസേഷൻ ചെയ്യണം, എലക്ടീവ് സിസേറിയൻ സെക്ഷൻ ആഫ്റ്റർ 34 വീക്സിൽ ചെയ്യാം. പിന്നെ കോർട്ടിക്കോയിഡ് സ്റ്റിറോയിഡ്സ് കൊടുക്കാം ലങ് മെച്യൂരിറ്റി ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് പ്ലാസന്റ പ്രീവിയും എബ്രപ്ഷ്യൂ പ്ലാസന്റയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ക്ലിനിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പെയിൻലെസ് ബ്ലീഡിങ്ങും അവിടെ പെയിൻഫുൾ ബ്ലീഡിംഗ് ആയിരിക്കും. ഇവിടെ എന്തെങ്കിലും ഒരു കോസ്റ്റ്ലെസ് ആയിരിക്കും, അവിടെ പ്രീ എക്ലാംസിയ ട്രോമ കുറെ കണ്ടീഷൻസ് വരാം. ഇവിടെ ബ്ലീഡിങ് എന്താ റിവീൽഡ് ടൈപ്പ് ആയിരിക്കും, ഇവിടെ എന്താ റിവീൽഡ് ആവാം, കൺസീൽഡ് ആവാം, മിക്സ്ഡും ആവാം.
ഇവിടുത്തെ പ്ലാസിന പ്രീവിയയില് ബ്ലഡിന്റെ ക്യാരക്ടർ ബ്രൈറ്റ് റെഡ് ആണ്, അവരെ കുറച്ചുകൂടെ നേരെ ഇരുന്നതായതുകൊണ്ട് ഡാർക്ക് കളേർഡ് ആയിരിക്കും. പിന്നെ ജനറൽ കണ്ടീഷൻസ് ഇവിടെ ബ്ലഡ് ലോസ് കൂടുതലായിട്ടുണ്ടാവും. പിന്നെ കൺസീൽഡിലാണെങ്കിൽ വിസിബിൾ ബ്ലഡ് ലോസ് ഒന്നും കാണത്തില്ല. പ്രീ എക്ലാംസിയ കണ്ടീഷൻസ് ഒക്കെ ഹലോ പറഞ്ഞു കേൾക്കാം. പ്രീ എക്ലാംസിയ വലിയ റെലവെന്റ് അല്ല. ഇവിടെ 1/3 കേസസിനും അങ്ങനെ ഉണ്ടാവാം. അബ്ഡോമിനൽ എക്സാമിനേഷൻ ചെയ്ത് നോക്കിയാൽ ഇവിടെ ഗസ്റ്റേഷണൽ ഏജ് തന്നെയായിരിക്കും, ഇവിടെ എൻലാർജ്ഡ് ആയിരിക്കാം. പിന്നെ ഫീൽ ഓഫ് യൂട്രസ് ഇവിടെ സോഫ്റ്റ് ആൻഡ് റിലാക്സ്ഡ് ആയിരിക്കാം, ഇവിടെ ടെൻസ്, ടെൻഡർ ആൻഡ് റിജിഡ് ആയിരിക്കും. മാൽ പ്രസന്റേഷൻ ഇവിടെ കോമൺ ആണ്. ഇവിടെ ഹെഡ് മിക്കവാറും എൻഗേജ്ഡ് ആയിരിക്കും, കാരണം പ്ലാസിന്റയുടെ പൊസിഷൻ നോർമൽ ആയിട്ടുള്ള സ്ഥലത്ത് തന്നെയാണല്ലോ, എൻഗേജ്മെന്റിന് ഒന്നും പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ഫീറ്റൽ ഹാർട്ട് സൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ യൂഷ്വലി ഉണ്ടാവും, ഇവിടെ ആബ്സെന്റ് ആയിരിക്കും, കൺസീൽഡ് ടൈപ്പിൽ കൂടുതലായിട്ടും. പിന്നെ പ്ലാസിന്റോഗ്രാഫി നോക്കിക്കഴിഞ്ഞാൽ ലോവർ സെഗ്മെന്റിലായിരിക്കും പ്ലാസിന്റെ ഉണ്ടാവുന്നത്, ഇവിടെ നോർമലി ഇരിക്കേണ്ട അടുത്ത് തന്നെ അപ്പർ സെഗ്മെന്റിൽ തന്നെ ആയിരിക്കും പ്ലാസിന്റെ ഉണ്ടാവുന്നത്. വജൈനൽ എക്സാമിനേഷൻ പ്ലാസിന്റ എന്താ പറഞ്ഞാൽ ലോവർ സെഗ്മെന്റിൽ പ്ലാസിന്റെ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് വജൈനൽ എക്സാമിനേഷനിൽ പ്ലാസിന്റെ ഒന്നും കിട്ടത്തില്ല. പിന്നെ ബ്ലഡ് ക്ലോട്ടുകളായിരിക്കും കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നത്. അതാണ് എഴുതുന്നത്. പിന്നെ അപ്പം ഇനി ആന്റിപാർട്ടം ഹെമറേജിന്റെ കാര്യം പറയണേ. അയ്യോ സോറി, ഈ ആന്റിപാർട്ടം ഹെമറേജ് എസ്സേസ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പം അത് ഈ ക്വസ്റ്റ്യൻ വായിക്കി കാണുന്നില്ലല്ലോ, ഇച്ചിരി വലുതാക്കാവോ? 26-year-old primary gravida woman comes with an antepartum hemorrhage at 33 weeks of gestation. Answer the following. What are the differential diagnosis? എന്തൊക്കെയാ ആന്റിപാർട്ടം ഹെമറേജ് ആയിട്ട് പ്രൈമറി ഗ്രാവിഡ വരുന്നത്? Placenta previa. Circumvallate placenta. പിന്നെ വേറെ എന്തൊക്കെയാ ഡീഡി പറയാം? Polyps. Injury. ഇൻവെസ്റ്റിഗേഷൻ എന്തൊക്കെ ചെയ്യണം? Blood grouping. Blood transfusion. Ultrasound. പിന്നെ മറ്റേ Catheterization. ബ്ലഡ് മാച്ച്, കോയാഗുലേഷൻ പ്രൊഫൈലൊക്കെ ചെയ്ത് നോക്കാം. അതുപോലെ യൂറിൻ ഔട്ട്പുട്ട് അതൊക്കെ നമ്മൾ നോക്കണം. പിന്നെ മോഡ് ഓഫ് മാനേജ്മെന്റ് ഓഫ് എനി വൺ ഓഫ് ദം. അപ്പം നമ്മുടെ ഈ ക്ലാസ്സിന്റെ പ്രീവിയോ അബ്രപ്ഷന്റെ ഏതിന്റെയെങ്കിലും ഒരു മാനേജ്മെന്റ് പറഞ്ഞാൽ മതി. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ വായിക്കേ. ഗോപി 26-year-old G2P1L1 with 34 weeks of gestation, presenting with painless bleeding per vagina. Diagnosis. അപ്പൊ എന്താണ് പെയിൻലെസ് ബ്ലീഡിംഗ് പെർ വജൈന? Painless bleeding. Placenta previa ആയിരിക്കും. പിന്നെ maternal complications, shock, പ്ലാസിന്റെ പ്രീവിയുടെ antepartum hemorrhage, postpartum hemorrhage, അഡ്ഹറന്റ് പ്ലാസിന്റ അതൊക്കെ വരാം. പിന്നെ എന്താ ശരിക്കും? പ്ലാസിന്റെ യൂട്രൈൻ വോളിലോട്ട് അറ്റാച്ച് ചെയ്ത് കയറി പോലെ ഓരോ ലെയർ ഓഫ് യൂട്രൈൻ വോളിലോട്ട് അത് അറ്റാച്ച് ചെയ്ത് പോകും. നമുക്ക് ഷോർട്ട് നോട്ട് ഇല്ലേ? പുതിയ അക്രീറ്റ ഒക്കെയാണ് തോന്നുന്നത്. അത് തന്നെ, അതെ. അതിന് വരുന്നുണ്ടെന്നോ? ഇൻവെസ്റ്റിഗേഷൻസ്. പിന്നെ ഇൻവെസ്റ്റിഗേഷൻസ് ഏതൊക്കെയാണ്? ഇൻവെസ്റ്റിഗേഷൻ അൾട്രാസൗണ്ട് ചെയ്യാം. പിന്നെ മുമ്പ് പറഞ്ഞത് തന്നെ ബ്ലഡ് മാച്ച്. മാനേജ്മെന്റ് ഇനീഷ്യൽ മാനേജ്മെന്റും എക്സ്പെക്ടഡ് മാനേജ്മെന്റും ഡെഫിനിറ്റീവ് മാനേജ്മെന്റും അവസാനം ഡെലിവറി എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ഇനി അടുത്തത് ആൽഫി വായിക്കും. 30-year-old G5P4L4 with history of 8 months amenorrhea with bleeding PV with pain abdomen. On examination, BP 150/100 mmHg. Uterus is tense and tender. Fetal heart rate absent. Answer the following. Abruptio placenta എടുക്കില്ലേ?
പെയിൻ ഉണ്ടല്ലോ. കാരണം ഹൈപ്പർ ടെൻഷന്റെ കാര്യം പറയുന്നുണ്ട്, യൂട്രസിന്റെ ടെൻസ് ആൻഡ് ടെൻഡർ ആണ്. ഫീറ്റൽ ഹാർട്ട് സൗണ്ട് പ്ലാസിന്റെ പ്രീവിയയിൽ നമുക്ക് യൂഷ്വലി നമുക്ക് കേൾക്കാൻ പറ്റും, പക്ഷെ ഇവിടെ ആബ്സെന്റ് ആയിരിക്കും മിക്കവാറും. കൺസീൽഡ് ടൈപ്പ്, ഇതിപ്പോ കൺസീൽഡ് അല്ല, ഇത് റിവീൽഡ് ടൈപ്പ് ആണ്, ബ്ലീഡിങ് ഉണ്ട്. അപ്പം ഇൻവെസ്റ്റിഗേഷൻ കൊയാഗുലേഷൻ പ്രൊഫൈൽ ഒക്കെ നോക്കുക. ഫുൾ ബ്ലഡ് ടെസ്റ്റിനുള്ള സാധനങ്ങളൊക്കെ എടുക്കുക, കൊയാഗുലേഷൻ പ്രൊഫൈൽ, യൂറിൻ ഔട്ട്പുട്ട് നോക്കുക, അൾട്രാസൗണ്ട് നമുക്ക് പ്രീവ്യൂ ആണോ എന്നുള്ള റൂൾ ഔട്ട് ചെയ്യാൻ, ഡി ഡയമറും ഫൈബ്രിനോജൻ ലെവലും ഒക്കെ നോക്കുക. ഫൈബ്രിനോജൻ ലെവൽ ലെസ് ദാൻ 150 mg/dL ആണെങ്കിൽ ഹൈപ്പോ ഫൈബ്രിനോജനീമിയ ആണ് എന്നുള്ളത്. പിന്നെ മെറ്റേണൽ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? എടാ ഞാൻ കോംപ്ലിക്കേഷൻ പറഞ്ഞായിരുന്നു അതിൻ്റെ അകത്ത്? പറഞ്ഞില്ല. അല്ല സെയിം തന്നെയാണ്. മെറ്റേണൽ കോംപ്ലിക്കേഷൻ ഹൈപ്പോവോളീമിയ, ഷോക്ക്, ഷീഹാൻ സിൻഡ്രോം ഒക്കെ വരാം, റീനൽ ഫെയിലിയർ, DIC ഒക്കെ വരാം. പിന്നെ ഫീറ്റൽ കോംപ്ലിക്കേഷൻസ് ഹൈപ്പോക്സിയ, ആസ്ഫിക്സിയ. എന്താ അതൊക്കെ ഞാൻ മറ്റേ ടെക്സ്റ്റിൽ വേറെ ഉള്ളത് ഒരുപാട് ലൈനായിട്ട് ഗ്രൂപ്പ് ഇട്ടേക്കാം. പിന്നെ ടൈപ്പ് ഓഫ് പ്ലാസിന്റെ പ്രീവിയർ ഡ്രോ ആൻഡ് ലേബൽ ഡയഗ്രാം അറിയാമല്ലോ, ഇന്റേണൽ ഓസിൽ ഇങ്ങനെ ഓരോ ടൈപ്പ് വരുന്നത്. അല്ലെങ്കിൽ ലോ ലൈങ് പ്ലാസിന്റെ പ്രീവിയർ എന്നുള്ളത് ടൈപ്പ്. ഇംപ്ലാന്റേഷൻ ഓഫ് പ്ലാസിന്റെ ഇൻ ദ ലോവർ യൂട്രൈൻ സെഗ്മെന്റ് ഏതാ? വാസ പ്രീവിയർ നമ്മൾ പറഞ്ഞു, വെസൽസ് ഇന്റേണൽ ഓസിനെ ക്രോസ് ചെയ്ത് പോകുന്നത്. പിന്നെ കംപ്രഷൻ ഓഫ് ദ ഹെഡ് പോസ്റ്റീരിയർലി ഓൺ ടൈപ്പ് 2 പോസ്റ്റീരിയർ പ്ലാസിന്റ. അപ്പൊ എന്താ അത്? അവിടെ എന്താ? പിന്നെ മാനേജ്മെന്റ് ഓഫ് ആക്സിഡന്റൽ ഹെമറേജ്. അപ്പം ആക്സിഡന്റൽ ഹെമറേജ് വേറെ എന്താണ്? ആൾസോ നോൺ ആസ് അബ്രപ്ഷൻ പ്ലാസിന്റ. ഓക്കെ, 4 മാർക്ക് കണ്ടോ? കഴിഞ്ഞു. ഓക്കെ, എല്ലാവർക്കും മാർക്ക് കിട്ടി. Thank you. Bye. Thank you. Thank you. Bye.